പ്രിയമുള്ളവരെ, തിരുവനന്തപുരം സർഗവീണയുടെ രുദ്രപ്രജാപതി എന്ന നൃത്തനാടകം കാണുവാനെത്തിയ നിങ്ങൾക്കേവർക്കും സ്നേഹസ്വാഗതം. മണിമുത്തുകൾ തമ്മിൽ മുത്തമിട്ട് നാദമുതിർക്കുന്ന കാൽത്തള വേർപെട്ട് താഴേക്ക് പോയല്ലോ. ഇല്ല മാതേ, ദേ കണ്ടില്ലേ, പക്ഷീന്ദ്രനായ ഗരുഡനെക്കാളും എത്ര മനോഹരമായാണ് പറന്നു പോകുന്നത്. വിചിത്രം തന്നെ. ശരിയാണല്ലോ. അതാ എനിക്ക് വ്യക്തമായി കാണാം പ്രഭു. കേൾവി കേട്ട ചൈത്രപുരം രാജ്യത്തിലേക്കാണല്ലോ സഞ്ചാരം. ഒട്ടും അമാന്തിക്കുന്നില്ല ഈ നന്ദികേശൻ. പുറപ്പെടുകയായി. അനുവാദം തന്നാലും പ്രഭു. നന്ദികേശ, എന്തിന്? ആ ദിവ്യാഭരണം കൈക്കലാക്കി ഭഗവാന്റെ തൃപ്പാദത്തിൽ അണിയാൻ. തൽക്കാലം ചൈത്രപുരത്തിൽ തന്നെ ഇരുന്നോട്ടെ. ഭഗവാനെ, ഈ ഉള്ളവൻ അത് മനസ്സിലാകുന്നില്ല. ധർമ്മനിഷ്ഠയുള്ള സത്യധർമ്മനാണ് ചൈത്രപുരം ഭരിക്കുന്നത്, സമ്മതിക്കുന്നു. പക്ഷേ കാലം മാറുമ്പോൾ അധർമ്മിയായ ഒരു രാജാവ് ഭരണം ഏറ്റെടുത്താൽ? ഇല്ല പ്രഭു, ആ ആഭരണം എടുത്തുകൊണ്ട് വരിക എന്നത് നന്ദികേശന്റെ കടമയാണ്. നമ്മുടെ കൃപാകടാക്ഷം കൊണ്ട് ശക്തനായ നീ നമ്മെ തന്നെ മറന്നു പോകുന്നു അല്ലേ വേദനന്ദി? ഭഗവാനെ, മഹാദേവ, നന്ദിയെ കുറ്റപ്പെടുത്തുന്നത് ഉചിതമാണോ? സർവജ്ഞയായ ദേവിക്കും സംശയം. നന്ദികേശ, അരുളിയാലും. ആ കാൽത്തള നമ്മുടെ പാദത്തിലണിയാൻ അരനിമിഷം പോലും വേണോ? എന്നിട്ടും നാം നിശബ്ദനായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചോ? മഹാപ്രഭു, അതിനും ഒരു കാരണമുണ്ടെന്നറിയുക. ചൈത്രപുരത്തിന്റെ അധിഷ്ഠാന ദേവത നാമാണ്. പരമ്പരയായി അവർ ഒരു കുറവും ആരാധനയ്ക്ക് വരുത്തിയിട്ടില്ല. നന്ദി, നിന്റെ സംശയം അസ്ഥാനത്തല്ല. എങ്കിലും കുറച്ചുനാൾ നമ്മുടെ കാൽത്തള ആ ഭൂമിക്ക് രക്ഷാകവചമായി മാറട്ടെ. ഭഗവാനെ, ആ രക്ഷാകവചം സ്വന്തമാക്കുന്നവൻ അജയ്യനായി തീരില്ലേ? ദേവി, എന്നിട്ടും നന്ദിയുടെ ഉത്കണ്ഠ മാറുന്നില്ല. നന്ദി, പരിഭവമരുത്. അല്പം മുമ്പ് നീ തന്നെ സൂചിപ്പിച്ചില്ലേ, കാലം മാറി വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന്. ക്ഷമയോടെ കാത്തിരിക്കൂ. ഒന്നോർക്കുക, ആരെന്താഗ്രഹിച്ചാലും അർഹതപ്പെട്ടതേ ലഭിക്കൂ. പക്ഷേ കഴിക്കേണ്ട ഭോജ്യം ചുണ്ടിലേക്ക് അടുപ്പിച്ചാലും കാകൻ പോലും അത് തട്ടിയെടുത്തു എന്ന് വരാം.
നന്ദികേശ, ഭഗവാനെ, നിന്നെ നാം നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷേ ഉചിതമായ സമയത്ത് മാത്രമേ നിനക്ക് അവിടെ എത്തുവാൻ അനുവാദമുള്ളൂ. ശരി പ്രഭു. ജയ് ഹര ഹര മഹാദേവ, ജയ് ഹര ഹര മഹാദേവ, ജയ് വീരമാതാ പാർവതി ദേവി, ജയ് വീരമാതാ പാർവതി ദേവി. ആർത്തിയാൽ വിരാജിക്കുന്ന നാരീനര ജന്മങ്ങൾ, പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്നവർ, കലിയുഗ കന്മഷമകറ്റാനുള്ള ദിവ്യ ചൈതന്യമാകട്ടെ രുദ്രപ്രജാപതിയായ നമ്മുടെ കാൽത്തള. ജയ് ഹര ഹര മഹാദേവ, ജയ് ഹര ഹര മഹാദേവ, ജയ് വീരമാതാ പാർവതി ദേവി, ജയ് വീരമാതാ പാർവതി ദേവി. कालभैरवाष्टकं पठन्ते मनोहरं ज्ञानमुक्तिसाधनं विचित्रपुण्यवर्धनं शोकमोहदैन्यलोभकोपतापनाशनं ते प्रयान्ति कालभैरवाघ्रिसन्निधिं ध्रुवम् ते प्रयान्ति कालभैरवाघ्रिसन्निधिं ध्रुवम् ते प्रयान्ति कालभैरवाघ्रिसन्निधिं ध्रुवम्. എന്താശ്ചര്യം! ശിവാഷ്ടകം ജപിക്കുന്ന നേരത്ത് മനസ്സിൽ തെളിഞ്ഞതും ഇവിടേക്ക് വരാനുള്ള പ്രേരണാശക്തി നൽകിയതും ഇതിനായിരുന്നു അല്ലേ ശ്രീ പരമേശ്വര? ശിവപാർവതിമാർക്ക് പ്രിയപ്പെട്ട കൂവള ദ്രുമത്തിലല്ലേ കൈലാസനാഥന്റെ കാൽത്തള പ്രശോഭിതമാകുന്നത്? ജന്മപാപങ്ങൾ ഇല്ലാതാക്കുന്ന വില്ലുമരത്തിന്റെ മുള്ളുകൾ ശക്തിസ്വരൂപവും ശാഖകൾ വേദവും വേരുകൾ രുദ്രരൂപവുമാണെന്നല്ലേ ചൊല്ല്? മഹാപ്രഭു, ഈ ദിവ്യ ദർശനം അടിയന്റെ ജന്മസുഹൃതമാണ്. ശ്രീ മഹാദേവ നീലസ്വരൂപ നിന്റെ തിരുമുന്നിലൻ നടനം. ശ്രീ മഹാദേവ നീലസ്വരൂപ നിന്റെ തിരുമുന്നിലൻ നടനം. നിന്റെ തൃപ്പാദമെന്നെറുകയിൽ വച്ചെന്റെ സമസ്താപരാധം പൊറുക്കണേ. നിന്റെ തൃപ്പാദമെന്നെറുകയിൽ വച്ചെന്റെ സമസ്താപരാധം പൊറുക്കണേ. ചൈത്രപുരത്തിന് രക്ഷാകവചമാകും ഈ ദിവ്യാഭരണം. അബദ്ധജടിലം. ചൈത്രപുരത്തിനല്ലേ വൃദ്ധസന്യാസി, ഈ ദിവ്യാഭരണം ഈ കാലബന്ധകന്റെ സുരക്ഷാ വലയം. ഓം ശ്രീ മഹാസൂലിനി, ജയ് വടുക ഭൈരവി സൂലിനി. കാലബന്ധക, നീ വീണ്ടും വന്നു അല്ലേ? വന്നു. വീണ്ടും വന്നു. ആ കാലാതികാലന്റെ വിധികൽപ്പിതങ്ങൾ കഠിനമായ മന്ത്രസാധനയിലൂടെ കണ്ടെത്തും ഈ കാലബന്ധകൻ. ഭഗവാൻ ശരഭന്റെ 2 ചിറകുകളിൽ നിന്ന് ഉത്ഭൂതമായ മഹാശൂലിനി ദേവിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ അജബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ അധിഷ്ഠാന ദേവതയുടെ വാക്കുകൾ എന്റെ കർണപുടങ്ങളിൽ വന്നലയടിച്ചു. വാ, ഇവിടെ വരാൻ. അടിയൻ വന്നു ഈ കാൽത്തള സ്വന്തമാക്കാൻ.
മദ്യവും മാംസവും രക്തവും നൽകി പൂജ ചെയ്യുന്ന നിനക്ക് ഈ പരമപവിത്രമായ ആഭരണത്തെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല. ഒരു ശൂലിനി ഉപാസകനാണ് പോലും, സാത്വികനല്ല നീ. സാധനയാൽ ഉപാസകൻ അതീന്ദ്രിയ ശക്തി നേടിത്തരുന്ന ആ മഹാദേവതയെ നീ അധിക്ഷേപിക്കുന്നു. ഒപ്പം നമ്മയും ഇനി നീ ഈ ഭൂലോകത്തിൽ വേണ്ട. ഇല്ല ഇല്ല, നമ്മെ വധിച്ചാലും നീ അതെടുക്കില്ല. എന്റെ ശ്രീ പരമേശ്വര, വിളിക്കേ, പഞ്ചപ്രാണൻ നിശ്ചലമാകുന്നത് വരെ വിളിക്കേ. ആ പരമശിവൻ പ്രത്യക്ഷപ്പെടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. വിളിക്കേ. കാലബന്ധക, കാലബന്ധക. ഓ, നന്ദികേശനോ? ആഗമനമേതു നേരത്തും ഉണ്ടാവുമെന്ന് ശൂലിനിയുടെ അരുളപ്പാടുണ്ടായി. കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം, ആനന്ദം, പരമാനന്ദം. വന്ന സ്ഥിതിക്ക് ഭഗവാന്റെ കാൽത്തള തൊട്ടു വണങ്ങി കൈലാസത്തിലേക്ക് മടങ്ങിക്കോ. അതാ നല്ലത്, അതാവും നല്ലത്. കൈലാസത്തിൽ മടങ്ങിപ്പോകാം. പോകാം കാലബന്ധക, നിന്നെ വധിച്ചതിന് ശേഷം. എന്നെയോ? അത് വെറും വ്യാമോഹം. നന്ദികേശ, മഹാശൂലിനി മാതാവിനെ ഉപാസിക്കുന്ന കാലബന്ധകൻ നിന്നെക്കാളും മഹാബലവാൻ. ഓം ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. ജയ് ശൂലിനി, മഹാശൂലിനി, ജയ് വടക ഭൈരവി. ശൂലിനി, ശൂലിനി, ശൂലിനി. മഹാശൂലിനി, കത്തിക്കാളുന്ന വിഷാഗ്നിയിൽ ഒരു പിടി ചാരമാവുന്നു മഹാശൂലിനി ഭക്തൻ. പക്ഷേ വീണ്ടും അവതാരം കൊള്ളും മഹാമാന്ത്രികനായ കാലബന്ധകൻ. ശൂലിനി, മഹാശൂലിനി, ജയ് വടക ഭൈരവി.
വിശാല സാമ്രാജ്യം ചൈത്രപുരം. 1008 ഗ്രാമങ്ങളുള്ള ഈ മഹാരാജ്യത്തിൽ നികുതി പണം ലഭിക്കാനുള്ളത് കൃഷ്ണപുരം ഗ്രാമത്തിൽ നിന്നും മാത്രം. ഏറെ നാളുകളായി ഓരോ മുടന്ത ന്യായങ്ങൾ നിരത്തി നമ്മെ വിഡ്ഢിയാക്കാൻ നോക്കുന്നു ഗ്രാമമുഖ്യ. ഇന്ന് ഇവിടെ ഈ നിമിഷം ഒരു തീരുമാനമുണ്ടാകണം. മഹാരാജൻ, അവിടുത്തേക്കൊന്നും അറിയാത്തതല്ലോ. പോയ കാലങ്ങളിൽ പേമാരിയും പ്രളയവും രോഗദുരിതങ്ങളും കൊണ്ട് പൊറുതിമുട്ടി. ഇപ്പോ വർഷകാലം കനിഞ്ഞതുമില്ല. കൃഷിക്കളമാകെ വേനൽ ചൂടേറ്റ് വിണ്ടു കീറി ആകെ ബുദ്ധിമുട്ടിലാണ്. അതൊക്കെ നിങ്ങളുടെ കാര്യം, നമ്മുടെ വിഷയം അതല്ല. പിന്നെ ആരുടെ വിഷയമാണത്? പ്രജകളുടെ സൗഖ്യമല്ലേ ഒരു ഭരണാധികാരിയുടേത്? മഹാരാജാവിനോട് ധിക്കാരം കെട്ടുന്നു. സത്യം എങ്ങനെ ധിക്കാരമാകും മന്ത്രി മുഖ്യ? ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ ആളുകൾ വിഷമിക്കുമ്പോൾ സുഖലോലുപതയുടെ പള്ളിപഞ്ചത്തിൽ ആറാടുന്ന തിരുമനസിന് ഒരു ഉത്തരവാദിത്വമില്ലെന്നോ? ചേർത്തനം നിർത്ത. ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ പറഞ്ഞു തീർന്നില്ല. കോപത്താൽ ശിരസ് ഛേദിക്കുമായിരിക്കും, എനിക്കത് പ്രശ്നമല്ല. പക്ഷെ ഒന്നുണ്ട് മഹാരാജൻ, നൂറ്റാണ്ടുകളായി അങ്ങയുടെ പിതാമഹന്മാർ സദ്ഭരണം കാഴ്ചവെച്ച മണ്ണാണിത്. സാക്ഷാൽ ശ്രീ മഹാദേവന്റെ കാരുണ്യ തൂവർഷം കൊണ്ട് അനുഗ്രഹീതമായ ചൈത്രപുരം രാജ്യം. അടുത്തും അകലെയുമുള്ള ശത്രുക്കൾ പോലും എതിരിടാൻ മടിച്ചിരുന്ന ഈ നാടിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം ആരാണ്? മദ്യത്തിലും ചൂതുകളിയിലും മദിരാശി സേവയിലും മുഴുകി സമ്പത്തും ഐശ്വര്യവും ക്ഷയിപ്പിച്ചത് അങ്ങല്ലേ? ഒന്നോർത്താൽ നന്ന്. പ്രജകളെ ദ്രോഹിക്കുന്നത് കുലഭര ദൈവമായ ശ്രീ മഹാദേവൻ പൊറുക്കില്ല. എന്താ ശരിയല്ലേ? നിർത്താൻ. ഗ്രാമമുഖ്യ, ചൈത്രപുരത്തിന്റെ ദൈവതം മഹാദേവനായിരിക്കാം. പക്ഷേ പ്രജകളുടെ ഈശ്വരൻ നാമാണ് ഈ അഖിലാണ്ട വീരകുലോത്തമൻ. ഇവിടെ നാമാണ് നിയമവും നീതിയും ശിക്ഷകനും രക്ഷകനും. രാജനീതിയുടെ മുകളിൽ മറ്റൊന്നും എഴുതി ചേർക്കണ്ട. ഗ്രാമമുഖ്യ, നിന്റെ ജീവിത ജാതകം ഒന്ന് ഗണിച്ചപ്പോ അകാല മൃത്യുവാണ് ഫലം. വിധിച്ചത് നാം എന്ന ജ്യോത്സ്യന്. എന്താ ചെയ്യുക? നമ്മെ എതിരിടാൻ വന്നവന്റെ ദുർഗതി ആർക്കും എവിടെയും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അത് ഈ നിൽക്കുന്ന നമ്മുടെ പുത്രനായ പ്രിയവ്രതനായാലും പ്രിയപത്നി സുധർമ്മയായാലും മന്ത്രിമുഖ്യനായ ശൂരപത്മനായാലും നാം തന്നെയാണ് എല്ലാറ്റിനും വലുത്. അജയ്യൻ, അതുല്യൻ, അപ്രമേയൻ, ഈ അഖിലാണ്ട വീര കുലോത്തമൻ. മഹാരാജൻ, കൊട്ടാരം നർത്തകി ശ്രീമന്തിനിയുമായുള്ള രഹസ്യ ബാന്ധവം മഹാരാജ്ഞിയുടെ ചെവിയിലും എത്തിച്ചു. നീ വിശ്വസ്തരിൽ വിശ്വസ്തൻ നീയാണ്. വിശേഷപ്പെട്ട സമ്മാനം നൽകുന്നുണ്ട്. പരമദ്രോഹി. രാജൻ,
ചോദ്യശരങ്ങൾ എന്നെ മൂടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? കേവലം സംസാരത്തിനപ്പുറം മറ്റൊന്നുമില്ലെന്ന് ഞാൻ സമർത്ഥിച്ചു. മൂഢയല്ല അവൾ. കേൾവി കേട്ട മാണ്ഡവ്യ രാജ്യം ഭരിക്കുന്ന സുതകർമ്മന്റെ മകളാണ്. ബുദ്ധിമതി. നമ്മെ വരച്ച വരയിൽ നിർത്താൻ കെൽപ്പുള്ളവൾ. തൽക്കാലം ഒത്താശ ചെയ്യുന്ന നിന്നെ നാം ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ വേണ്ടി വന്നാൽ നമ്മുടെ കോപത്തിന് ഇരയാക്കാനും മടിക്കില്ല. ക്ഷമിക്കുന്നു. രാജ്ഞിക്ക് അറിവായ സ്ഥിതിക്ക് ഇനിയും തുടരുക. നിർത്ത് നിന്റെ വേദാന്തം. ഉപദേശം നൽകേണ്ടത് നമുക്കല്ല, നിന്റെ മകൾ ചിത്രാംഗിക്കാണ്. നമ്മുടെ മകൻ പ്രിയവ്രതനുമായി സ്വൈരസല്ലാപം നടത്തുന്നത് അറിയില്ലെന്ന് കരുതിയോ? അവർ കളിക്കൂട്ടുകാരല്ലേ തിരുമനസേ? ബാല്യകാലം കഴിഞ്ഞു, കൗമാരമാണിപ്പോൾ. എല്ലാറ്റിനും ഒരു അതിര് വേണം. അതിനും അപ്പുറമായാൽ ഫലം ദുഷ്കരമാകും. മനസ്സിലായോ? മഹാരാജൻ. ശ്രീമന്തിനി, ഞാനെല്ലാം കേട്ടു. വിശ്വസ്തനെന്ന് ഭാവിച്ച് തന്ത്രങ്ങൾ മെനയുകയാണ് മന്ത്രിമുഖ്യൻ. തിരുമനസേ, ആകെ കലുഷമായ അങ്ങയുടെ മനസ്സിനെ തണുപ്പിക്കാൻ ഈ ഉള്ളവളുടെ നൃത്തത്തിന് കഴിയും. ചുവടുകൾ പിഴയ്ക്കാത്ത നിന്റെ ലാസ്യവേഗങ്ങളിൽ മതിമയങ്ങിയവനാണ് ഈ അഖിലാണ്ട വീരകുലോത്തമൻ. പക്ഷേ ഇന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ ആസ്വാദനത്തിന്റെ ഒരു കണ്ണിക പോലും നിറയ്ക്കാൻ പര്യാപ്തമാകുന്നില്ല ശ്രീമന്തിനി. നിന്റെ നടനം അതറിയുക. മഹാരാജൻ, ഒരു ഭാഗത്ത് ദുർഭരണമെന്ന് വിളിച്ചോതുന്ന പ്രജകൾ, മറുഭാഗത്ത് വിമർശനങ്ങളുടെ കൂർത്ത മൂർത്ത അമ്പുകളുമായി മഹാറാണിയും പുത്രനും. സർവ്വതും ചുട്ടുകരിച്ച് എവിടേക്കെങ്കിലും പലായനം നടത്താൻ തോന്നുന്നു. എന്നാലും പ്രശ്നങ്ങൾ തീരില്ലല്ലോ തിരുമനസേ. നീ പറഞ്ഞത് ശരിയാണ്. കാലങ്ങളായി മനസ്സിൽ മുളച്ചു പൊന്തിയ അഭിലാഷത്തിന് വിരാമമിടാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഭഗവാന്റെ കാൽത്തള സ്വന്തമാക്കുക എന്നത് അതുതന്നെ ആ അമൂല്യ വസ്തുവിനോടുള്ള ഭ്രമം വളർന്ന് വടവൃക്ഷം പോലെയായി. അതെടുക്കുവാൻ മുമ്പ് ശ്രമിച്ചതാണ്. പക്ഷെ നാം മാത്രമല്ല, അയൽ രാജ്യങ്ങളിലെ പല വൻകിട ശക്തികളും ശ്രമിച്ചിട്ടും നടന്നില്ല. എന്നാൽ നാം അത് സ്വന്തമാക്കും. ആ കാൽത്തള കരഗതമായാൽ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ സ്പന്ദനവും എങ്ങനെ വേണമെന്ന് നാം തീരുമാനിക്കും. കാരണം സർവത്തിന്റെയും നിയന്ത്രണം ഈ അഖിലന്റെ വിരൽ തുമ്പിലായിരിക്കും. അധികാരം അധികാരം ഒരു ലഹരിയാണ്. പക്ഷേ വകതിരിവ് കെട്ട നമ്മുടെ പിതാവ് ശ്രീ ചന്ദ്രവീര കുലോത്തമൻ എതിർക്കാതിരുന്നുവെങ്കിൽ എന്നേ നമ്മുടെ സ്വപ്നം പൂവണിയേണ്ടതായിരുന്നു. ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തി അങ്ങ് കൽത്തുറുങ്കിൽ അടച്ചു. എന്നിട്ട് സ്വയം രാജാവായി പ്രഖ്യാപിച്ചു. അന്യനാട്ടിൽ നിന്നും വന്ന നർത്തകി
ചൈത്രപുരത്തിന്റെ അരമന രഹസ്യം ആപാതചൂടം ഗ്രഹിച്ചിരിക്കുന്നു. ബുദ്ധിമതി. അഭിനന്ദനം സീമന്തിനെ നിരസിക്കുന്നു. സീമന്തിനി, ചൈത്രപുരത്തിന്റെ പട്ടമഹിഷി സ്ഥാനം അങ്ങല്ലേ വാഗ്ദാനം ചെയ്തത്? അതിന് മാറ്റമില്ല. വെറും വാക്കരുളാതെ വെട്ടി അറിയണം മഹാരാജൻ. ആത്മസുഖം നൽകാത്ത രാജ്ഞിയെയും അനുസരണ കെട്ട പുത്രനെയും. പോംവഴികൾ പലതും നാം ആലോചിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരാം. എന്താണ്? അങ്ങുടനെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങണം. യാത്രയ്ക്കോ? എവിടെ? എന്തിന്? മഹാമാന്ത്രികയായ കങ്കണ മാതാവിന്റെ അരികിലേക്ക്. അതെ, വശ്യമന്ത്രത്താൽ ശത്രുനാശവും സർവകാര്യലാഭവും നേടിത്തരാൻ പ്രാപ്തയായ അമാനുഷിക ശക്തിയുള്ളവൾ. ആശങ്ക വേണ്ട മഹാരാജൻ. മഹാകങ്കണാദേവി കനിഞ്ഞ് അനുഗ്രഹിച്ച സിന്ദൂരം. സീമന്തിനിയുടെ സീമന്തരേഖയിൽ കങ്കണമാതാ സിന്ദൂരം. നാട്ടരചനയെയും പാട്ടിലാക്കും അനങ്ക സിന്ദൂരം. അതെ, നേരം ഒട്ടും കളയാനില്ല മഹാരാജൻ. യാത്ര ഒറ്റയ്ക്ക്. ദുർഘട വഴികളിൽ ആപത്തുകൾ പതിയിരിപ്പുണ്ടാവും. ഒന്ന് സൂക്ഷിക്കണം. ചൈത്രപുരത്തിന്റെ തെക്കേ ദിക്കിൽ പുല്ലാനിമേടും കടന്ന് കുടപ്പനകൾ ചൂളമടിക്കുന്ന താഴ്വാരം താണ്ടുമ്പോൾ നെടുമ്പാറക്കൂട്ടങ്ങളുടെ നടുവിൽ ഒരു അരുവി ഒഴുകുന്നുണ്ട്. ചെമ്പൻ അരുവി. ആ അരുവിയുടെ അടുത്തായി ഭീമാകാരമായ പാറയുടെ ഗുഹയിലാണ് മാതാ കങ്കണാദേവിയുടെ വാസം. സീമന്തിനി, കടമ്പകൾ കടന്ന് നാം അവിടെ എത്തിയ അങ്ങയുടെ പിതാമഹന്മാർ നേടാത്ത കൈവല്യത്തിന്റെ വാതിൽ തുറക്കുന്ന ഉപായം കങ്കണമാത ഓതിത്തരും. മഹാദേവന്റെ കാൽത്തള കരഗതമാക്കിയാൽ ചൈത്രപുരം രാജ്യം ഭരിക്കുന്ന അഖിലാണ്ട വീരകുലോത്തമൻ അപാര ശക്തി നേടും. പിന്നെ ഒരു പ്രപഞ്ച ശക്തിക്കും തിരുമനസിനെ തോൽപ്പിക്കാനാവില്ല. എങ്കിൽ ചൈത്രപുരത്തിന്റെ മഹാറാണിയായി സീമന്തിനി അവരോധിക്കപ്പെടും. വിശ്വസിക്കാമല്ലോ രാജൻ? ഈ അഖിലാണ്ടന്റെ ഉറപ്പ്. ശുഭപ്രതീക്ഷയോടെ പോയി വരും. സീമന്തിനിയുടെ മനസ്സ് ഒപ്പമുണ്ടാകും. പ്രാർത്ഥനയും. സീമന്തിനി, നിൽക്കാനാ പറഞ്ഞത്? ഞാനൊന്ന് പറയട്ടെ? വേണ്ട, എനിക്കും അറിയാം എന്നോടൊരു സ്നേഹമില്ലെന്ന്. പിന്നെ കാവിൽ വെച്ച് കണ്ട ഗ്രാമമുഖ്യന്റെ മകളോടെ എനിക്കാ ഇങ്ങനെ പറിച്ചത്. ഓ, അതോ? അവളൊരു സംശയം ചോദിച്ചതല്ലേ? അച്ഛ കള്ളം. അവളുടെ പാദസരം ഭംഗിയുണ്ടോന്ന് ചോദിച്ചതല്ലേ? കണ്ടു കണ്ടു, മിണ്ടാട്ടില്ല. സമ്മതിച്ചു ചിത്രാംഗി, ഞാൻ അവരുടെയും രാജകുമാരനല്ലേ. എന്നാൽ ആ വാനൊരു ജന്മത്തെ മംഗളം ചെയ്തപ്പോ കൂടെ കൂട്ടിക്കോ. അപ്പോ നീ? നമ്മുടെ നാട്ടില് നല്ല കുരങ്ങന്മാരുണ്ട്. അതിലേതെങ്കിലും ഒന്നിനെ ഞാനും അങ്ങ് മംഗളം ചെയ്തോളാം. അതാണ് നല്ലത്. കുമാര, അടുത്ത് വാ. എന്നെ ഒപ്പം കൂട്ടിയില്ലെങ്കിലേ ഈ ശിരസ് ഞാൻ ഛേദിച്ചു കളയും. അഖില,
നീ ഭയന്നോ? ഭയത്തെ ഭയക്കും മുൻപ് ഭയം എന്താണെന്നറിയാൻ അതിലേക്ക് കടക്കുക. അപ്പോൾ അറിയാം ഭയന്നതെല്ലാം വെറും മിഥ്യയായിരുന്നു എന്ന്. അതിനായിരത്തെട്ട് തവണ ജപതപം ചെയ്ത് മന്ത്രസിദ്ധി വരുത്തിയ വശ്യസിന്ദൂരം സുരക്ഷിതമായി നിന്നെ ഇവിടെ എത്തിച്ചു. നന്ദിയുണ്ട് കങ്കണാദേവി. ചൈത്രപുരം രാജ അഖിലാണ്ടന്റെ പ്രണാമം. ശുഭസ്യ ശീഘ്രം, താമസം വിന ആഗ്രഹ സാഫല്യം. പക്ഷേ അത്ര എളുപ്പമല്ല അഖിലാണ്ട. അക്കാര്യം നമുക്കറിയാം. സാഹസിക സഞ്ചാരം നടത്തി ഇവിടേക്ക് വന്നത് ഇത് കേൾക്കാനാണോ? ദോഷത്വം വിളിച്ചോതുന്നോ? നിന്നെ കൊടും മന്ത്രത്താൽ ഒരു പിടി ചാരമാക്കാൻ കങ്കണയ്ക്കോരോ ഞൊടി മതി. പക്ഷേ നിന്റെ രഹസ്യ കാമുകി സീമന്തിനിയുടെ അപേക്ഷയും കണ്ണീരും നമ്മെ സഹതാപത്തിലാഴ്ത്തി. അതുകൊണ്ട് മാത്രം നിന്നെ നാം വെറുതെ വിടുന്നു. പോ. നാം ഖേദിക്കുന്നു അഖിലാണ്ട. നിഷ്ഠയോടെ നിത്യവും മഹാശക്തി മന്ത്രം ഉരുവിട്ട് നിവേദ്യം അർപ്പിച്ച് മനമൊരുകി പ്രാർത്ഥിച്ചപ്പോ തെളിഞ്ഞു വന്നു കാൽത്തളയുടെ സ്ഥാനം. എവിടെ? പറയൂ കങ്കണാദേവി. വെളിപ്പെടുത്താം. പക്ഷേ ഉപകാരത്തിന്റെ പ്രതിഫലം ആരുമറിയാതെ നാം രഹസ്യറയിൽ സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യ രത്നങ്ങൾ, തങ്കക്കട്ടികൾ, അത് മതിയോ? അതോ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഹരിത സ്ഥലങ്ങൾ വേണോ? പറയൂ കങ്കണാദേവി. മൊഴിഞ്ഞാലും ഭൗതിക കാമനകളിൽ ആസക്തി വെടിഞ്ഞും ഘോരവനാന്തരത്തിൽ ചെമ്പനരുവിയുടെ ജലപാനം ചെയ്തും ഫലമൂലാദികൾ തിന്ന് വിശപ്പടക്കിയും ധ്യാനിച്ചും ഇടുങ്ങിയ ഗഹ്വരത്തിന്റെ അന്തർഭാഗത്ത് കാലങ്ങളായി കഴിച്ചു കൂട്ടുന്നു നാം. നീ നീട്ടിത്തരുന്ന ഭിക്ഷ സ്വീകരിക്കണമെന്നോ? നീ രാജാവല്ല, മുട്ടാളൻ. ദേവി കങ്കണ നേടിയ മഹാശക്തിയുടെ ഒരു അണു ചൈതന്യം പ്രയോഗിച്ചാൽ മാത്രം മതി ഒരഞ്ഞൊടി കൊണ്ട് അതെല്ലാം സ്വന്തമാക്കാൻ. എന്തിനേറെ നിന്റെ ചൈത്രപുരത്തെ പോലും. പിന്നെ എന്താണ് വേണ്ടത്? കാലബന്ധകന്റെ പുനർജന്മം. കാലബന്ധകനോ? അതെ, എന്റെ പ്രിയപ്പെട്ട ഗുരു വാസുകിയുടെ വദനത്തിൽ നിന്നും വമിച്ച വിഷാഗ്നിയിൽ ഒരു പിടി ചാരമായി നീ ഭരിക്കുന്ന നിന്റെ മണ്ണിൽ കിടപ്പുണ്ട്. അസ്ഥിഭഞ്ജരമായി. എന്റെ ഗുരു വിശ്രമിക്കുന്ന ഇടം കുഴിക്കണം. മഹാശൂലിനി മന്ത്രം ലക്ഷമുരു ജപിച്ച് സകല പാപങ്ങൾ കഴുകിക്കളയുന്ന പുണ്യവാഹിനിയായ ഗംഗാജലം കൊണ്ട് ആ അസ്ഥികൂടത്തിൽ തർപ്പണം ചെയ്യുമ്പോൾ പുനർജനിക്കും മഹാമാന്ത്രികനും മഹാജ്ഞാനിയുമായ ഗുരു. എന്റെ ഗുരു സർവസഹായവും നാം ചെയ്തു തരും. പരമരഹസ്യമായിരിക്കണം. ഉറപ്പ്? അഖിലാണ്ട, ക്ഷേത്ര ഗർഭഗൃഹത്തിന്റെ പടിഞ്ഞാറേ കോണിലെ നിലവറ തുറക്കണം. അതിന് താഴേക്ക് പടികളുണ്ട്. പടികൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ വിശാലമായ അകത്തളം.
നടുക്കായി ചുമന്ന പട്ട് വിധാനിച്ച പീഠത്തിനു മുകളിൽ മഹാദേവന്റെ ദിവ്യാഭരണം പ്രശോഭിക്കുന്നു. സത്യം? പക്ഷേ അതിനു മുൻപ് ചില വിഘ്നങ്ങളെ ഒഴിവാക്കണ്ടേ? വേണം. ഓം ചലിത ചലിത ചഞ്ചലിത അഭീഷ്ടപ്രദായിനി നമഃ. അഭീഷ്ടപ്രദായിനിയായ ചഞ്ചലിത ദേവിക്ക് പ്രണാമം. അഖില, പ്രണാമം. അഖിലാണ്ടനെ സഹായിക്കാൻ നാം തയ്യാറാണ്. ദേവി ചഞ്ചലതയെ പ്രീതിപ്പെടുത്താൻ നാം വേണ്ടത് ചെയ്യും. നന്ദികേട് കാട്ടിയാൽ നിന്റെ അന്ത്യം ഒരിക്കലുമില്ല ദേവി. അഖില, ഉചിതമായി ചിന്തിച്ച് പ്രവർത്തിക്ക്. ഓം ജയ് മഹാശൂലിനി. ഗംഭീരം, അതിഗംഭീരം. ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വെളുത്ത വാവും തിരുവാതിര നക്ഷത്രവും ചേർന്നു വരുന്ന ഈ സുദിനം കൊണ്ടാടപ്പെടുമ്പോൾ വർണ്ണശബളമായ ഘോഷയാത്രയിൽ തടിച്ചുകൂടിയ പ്രജകളുടെ മുഖത്ത് എന്തൊരു ആനന്ദമാണ്. അല്ലേ സുധർവി? എന്റെ കണ്ണുകളിൽ അങ്ങനെ തോന്നിയില്ല. അല്ലേലും നിന്റെ നാവിൽ നിന്നും നല്ലത് വീഴില്ല. ജന്മസഹജം. ഉള്ളത് പറയുമ്പോ കള്ളന് തുള്ളൽ വരിക സ്വാഭാവികം. സുധർമ്മേ, നേരാണ് ഞാൻ ഓതിയത്. രാജാവിനോടുള്ള സ്നേഹം കൊണ്ടല്ല, ഭയം. അതാണ് ജനം പങ്കെടുത്തത്. മനസ്സിൽ രാജാവിനെ പഴിക്കുന്നുണ്ടാകും. നിന്റെ നാവടക്ക്. രാജാവിന് എന്തു ആകാം. ഭൂവനത്തിൽ അഴിഞ്ഞാട്ടക്കാരിയുമായി ആനന്ദ നർത്തനമാണ്. ക്ഷേത്രസന്നിധിയാണെന്ന് നോക്കില്ല, നാവടക്കും. മഹാരാജൻ, പ്രിയവൃത, നീ നമ്മുടെ വാക്കുകൾ വീണ്ടും കാറ്റിൽ പറത്തി. 1000 വട്ടം ആജ്ഞാപിച്ചാലും ഫലമില്ല പിതാവേ. അപ്പോ ചിത്രാംഗിയുമായി പരിണയം ഉറപ്പിച്ചു കഴിഞ്ഞു പിതാവേ. പിതാവേ, പിടിവിടാൻ. ശബ്ദിച്ചു പോകരുത്. കണ്ണും കൈമുദ്രയും കാട്ടി നമ്മുടെ പ്രിയപുത്രനെ മയക്കിയ നിഷേധി, ഇപ്പോ ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യണം. പ്രിയവ്രതനെ നീ മറക്കുമെന്ന്. അവന്റെ ജീവിതത്തിൽ ഇനി കടന്നു വരില്ല എന്ന്. ഇല്ലെങ്കിൽ പിതാവേ, പിടിവിടാൻ. പറയാൻ. മഹാരാജൻ, അവളവിടെ വിടാൻ. ഓഹോ, നമ്മോട് എതിർക്കാൻ നീയും വളർന്നു അല്ലേ? നാം കൽപ്പിച്ച് നൽകിയതാണ് ഈ പദവി, മന്ത്രിമുഖ്യപട്ടം. രാജഗുരു അകാല മൃത്യുവിന് ഇരയായപ്പോ 2 സ്ഥാനങ്ങളും നാം സന്തോഷപൂർവ്വം നിനക്ക് തന്നു. പക്ഷെ പ്രതിഫലം മൂർച്ചയേറിയ വാൾത്തലം നമുക്ക് നേരെ നീട്ടിപ്പിടിക്കുക. കൊള്ളാം, കൊള്ളാം. സൂരപത്മ, നമ്മുടെ നേരെ അക്രമം അഴിച്ചുവിട്ടവരുടെ ശിരസ്സുകൾ അരിഞ്ഞിട്ടേ ഉള്ളൂ ഈ അഖിലാണ്ട വീര കുലോത്തമൻ. അറിയാം,
പക്ഷേ അജ്ഞാനിയായ രാജാവിന്റെ ദുഷ്ചെയ്തികൾക്ക് കൂട്ടുനിൽക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്തു നിന്ന് പരാജയം ഏറ്റുവാങ്ങുന്നതാണ്. ഓഹോ, നാം മാർഗതടസ്സമാകുന്നില്ല. അതിനു മുൻപ് ഈ അധർമ്മിയുമായി ഒന്ന് പോരാട്. വാ വാ. അഖിലുണ്ടോ? ചൈത്രപുരം വാഴും ശ്രീ മഹാദേവൻ നിന്റെ അഹങ്കാരത്തിന് അന്ത്യം കുറിച്ചു. ഒന്നോർത്തോ മഹാരാജൻ, പരമപവിത്രമായ തിരുസന്നിധി പാപപങ്കിലമാക്കി മഹോത്സവം മുടങ്ങി, അല്ല മുടക്കി മഹാപാതകമാണ് കാട്ടിയത്. മാപ്പില്ല. ഒന്ന് തീരുമാനിച്ചു, ഇനി നിങ്ങളോടൊത്ത് ജീവിക്കാൻ ഞാൻ ഒരുക്കമല്ല. കാണുന്നത് പോലും അറപ്പാണ്, അങ്ങേയറ്റത്തെ വെറുപ്പാണ്. എന്താ എന്തുണ്ടായി? പാദത്തിൽ നാഗം ദംശിച്ചു. മാതാവിന് വിഷം തീണ്ടി കൊട്ടാര വൈദ്യനെ വിളിക്കണം. തിടുക്കം കാട്ടാതെ. നാം നാഗത്തെ കണ്ടു. വലിയ വിഷമുള്ളതല്ല, ഭയക്കാനൊന്നുമില്ല. പിതാവേ, സമയം വളരെ വിലപ്പെട്ടതാണ്. ഞാൻ വിളിച്ചു വരാം. പിതാവേ, ഇവരോട് മാറി നിൽക്കാൻ പറയൂ. മാതാവിനെ കണ്ടില്ലേ, തീരെ വയ്യാണ്ടായിരിക്കുന്നു. ഉഗ്ര വിഷമുള്ള നാഗം തന്നെയാണ് തീണ്ടിയത്. വഴിമാറ, നിങ്ങളോടാ പറഞ്ഞത്. വഴിമാറ. നമ്മുടെ കൽപ്പന അവർ ധിക്കരിക്കില്ല.
ഓ, എല്ലാം മനസ്സിലായി. ഇതിന്റെ പിന്നിൽ പിതാവായിരുന്നു അല്ലേ? അതെ, നമ്മെ അനുസരിക്കാത്തവളുടെ ധിക്കാരത്തിന്റെ ഫലം അനുഭവിക്കട്ടെ. ചതിയൻ, സ്വപത്നിയെ നാഗത്തെ കൊണ്ട് ദംശിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നിങ്ങളൊരു മനുഷ്യനാണോ? ഈ നാവ് കൊണ്ട് പിതാവേ എന്ന് വിളിച്ചു പോയല്ലോ ഞാൻ. ഛേ, പ്രിയവ്രതാ. യുവത്വത്തിന്റെ രക്തം അധികം തിളയ്ക്കണ്ട. അഖിലവും ഈ അഖിലാണ്ട വീരകുലോത്തമൻ തീരുമാനിക്കും. നല്ലത്, എല്ലാം അങ്ങ് തീരുമാനിച്ചു. ഇനി അതുണ്ടാകും, ഇനിയും അതുണ്ടാകും. അറിയാം, സുധർമ്മയുടെ ഓരോ സിരകളിലും കൊടും വിഷത്തിന്റെ ഉഗ്രത അതിക്രൂരഭാവത്തോടെ പടർന്നു കയറുമ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, എന്നനുസരണക്കേടാണ് ഞാൻ കാട്ടിയത്? തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചതോ? ഉടൽ കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിച്ചതോ? നിറയണേന്ന് നിത്യവും ഭഗവാനോട് അകമഴിഞ്ഞു പ്രാർത്ഥിച്ചതോ? പറയൂ, ദയവായി പറഞ്ഞു തരൂ. നിങ്ങളുടെ മൗനം എനിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുന്നു. പരാതിയില്ല, പരാതി ഭഗവാനോടാണ്. ഭഗവാനെ, മഹാദേവ, എന്ത് ദുർവിധിയാണിത്? ഇല്ല, അങ്ങയുടെ നിശ്ചയം ഏതാണോ അതുപോലെ നടക്കട്ടെ. പക്ഷേ ഒരപേക്ഷയുണ്ട്. എന്റെ പ്രിയതമന് സൽബുദ്ധി കൊടുക്കണം. എന്റെ പുത്രനെ കാത്തു രക്ഷിക്കണം. പുത്ര, പ്രിയപുത്ര, നിന്നെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല ഈ മാതാവിന്. അടുത്തുണ്ടെങ്കിലും ഒന്ന് തലോടാൻ പോലും കഴിയുന്നില്ലല്ലോ മോനെ. എന്റെ ആത്മാവ് നിന്നോടൊപ്പം ഉണ്ടാകും. പുത്ര, തളരരുത്. മഹാദേവൻ നിന്നെ കാത്ത് രക്ഷിക്കും. മാതാവേ, നൂതനമായൊരു സീതകഥ, രാവണ ഗർവമുണർന്ന കഥ. എന്നോട് പൊറുക്കൂ മാതാവേ. ആടുവാഴും രാജാവാണ് പോലും പരമദ്രോഹി. ധൈര്യമുണ്ടെങ്കിൽ സ്വതന്ത്രനാക്ക. ചൈത്രപുരത്തിന്റെ വീരന്മാരെ, ഈ കുലദ്രോഹിയെ വരിഞ്ഞു കെട്ടി കിഴക്കേ ദിക്കിലുള്ള ഭൈരവൻ പാറയുടെ താഴേക്ക് വലിച്ചെറിയ. മൂർത്ത ശിലാഖണ്ഡങ്ങളിൽ തട്ടി ചിന്ന ഭിന്നമാകട്ടെ. ഇവന്റെ പൊടി പോലും ബാക്കിയുണ്ടാവരുത്. അഖിലാണ്ട, എന്റെ മാതാവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട നിന്നെയും നിന്റെ സൈന്യത്തെയും മുച്ചൂടും മുടിച്ചിട്ടേ ഈ പ്രിയവ്രതൻ അടങ്ങൂ. ഓർത്തോ? കൊണ്ടുപോകൂ. മാതാവേ, എന്നോട് പൊറുക്കൂ മാതാവേ. സുധർമ്മേ, ഉറങ്ങൂ. ഒരിക്കലും ഉണരാത്ത വിധം ശാന്തമായി നിദ്ര കൊള്ളൂ. അഖിലൻ അജയ്യനാവുന്നത് കാണാൻ ഭാഗ്യമുണ്ടായില്ല.
പിന്നെ രാജ്ഞി പട്ടം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയ ഭാജനം സീമന്തിനിയാണ്. എല്ലാം മാതാ കങ്കണാദേവിയുടെ അനുഗ്രഹം. ഉപാസകരെ, शंभो महादेव, जय हर हर शंभो रुद्रदेव, जय समगम महादेव, जय हर हर शंभो रुद्रदेव. അരുളിയാലും മഹാപ്രഭു, ചൈത്രപുരത്തിന്റെ കിഴക്കേ ദിക്കിൽ ഭൈരവൻ പാറയുടെ താഴെയായി നമ്മുടെ ഭക്തൻ പ്രിയവ്രതൻ കിടപ്പുണ്ട്. അവനെ പരിപാലിക്കണം, സകല വിദ്യകളും പഠിപ്പിക്കണം, ശക്തനാക്കണം. അങ്ങയുടെ ഇംഗിതം പോലെ സൗഖ്യമുണ്ടാകട്ടെ. जय हर हर शंभो रुद्रदेव, जय समगम महादेव, जय हर हर शंभो रुद्रदेव. അഖിലേണ്ട, കടമ്പകൾ ഓരോന്നായി നീ കടന്നു കയറുന്നു. പക്ഷേ ശത്രുപക്ഷത്തൊരു വിഷവിത്ത് പൊട്ടിമുളച്ചിട്ടുണ്ട്. നാം നിഷ്കരുണം വധിച്ച മന്ത്രിയുടെ മകൾ ചിത്രാംഗി നമുക്കെതിരെ ആരോപണങ്ങൾ നിരത്തി ആൾക്കാരെ സംഘടിപ്പിക്കുന്നു. രഹസ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചിന്തിക്ക്, പ്രയോഗിക്ക്. പിതാവിന്റെ അന്ത്യത്തെക്കാളും എന്ന് ഓർമ്മിക്കുന്ന ഒന്ന്, ചൈത്രപുരത്തു നിന്നും ചിത്രാംഗിയെ നാട് കടത്തണം. ഓം ജയ് മഹാശൂലിനി. നാം ഉറപ്പിച്ചു കഴിഞ്ഞു. അവളുടെ പ്രിയ കാമുകൻ പ്രിയവ്രതൻ കാലഗതി പ്രാപിച്ചു കാണുമോ? സംശയമെന്ത്? എന്തോ മനസ്സിൽ മറയുന്നു. കണ്ടെത്തണം. കങ്കണാദേവി, തോന്നലാണ്. ഇന്ന് രാത്രി തന്നെ നിലവറയിൽ പ്രവേശിച്ചാലും. നിന്റെ വിജയം അടുത്തപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നീ മറന്നു പോകുന്നു. മാതാ കങ്കണാദേവി, നാളെ അമാവാസി. ഗുരുവിന്റെ അസ്ഥികൾ കണ്ടെത്തി പുനർജീവനം നടത്തിയിട്ടും മതി നിന്റെ നിലവറ ദർശനം. അതുവരെ നമ്മുടെ ക്ഷമ നീണ്ടു നിൽക്കുമെന്ന് തോന്നുന്നില്ല. അഖില, നിന്റെ ആലോചനകൾ വ്യർത്ഥം. ഓർമ്മയിരിക്കട്ടെ.
सपिङ्गल जटामुकुटोत्कटाय दर्शाकरालविकटोत्कटभैरवाय व्याघ्राजिनाम्बरधराय मनोहराय त्रैलोक्यनाथ नमिताय नमः शिवाय दक्ष प्रजापति महामखनाशनाय क्षिप्रं महात्रिपुरदानवघातनाय ब्रह्मोर्जितोरध्वनिकरोटिनिग्रन्थनाय योगाय योगिनमिताय नमः शिवाय संसार सृष्टि घटना परिवर्तनाय रक्षक पिशाच गण सिद्ध समाकुलाय ജഗന്നിയന്താവായ ശ്രീ പരമേശ്വരൻ അരുളിയത് അക്ഷരം പ്രതി പാലിച്ചു ഞങ്ങൾ. പക്ഷേ പ്രിയവ്രത, തൽക്കാലം കൊട്ടാരത്തിലേക്ക് പോകാനുള്ള നിർബന്ധം ഉപേക്ഷിക്കുക. വിനയപൂർവം ഉപദേശം നിരസിക്കുന്നു. ദയവായി എന്നെ പോകാൻ അനുവദിക്കണം. ഇനിയും താമസിച്ചാൽ ചൈത്രപുരം രാജ്യം അധർമ്മത്തിന്റെ തേർവാഴ്ചയിൽ തകർന്നടിയും. ആപത്തുകളുടെ തീഷ്ണത ഭയാനകമാകും. അറിയാം. മരണമുഖത്ത് നിന്ന് എന്നെ രക്ഷിച്ചതും പ്രതിഫലേച്ഛയില്ലാതെ ബഹുമാന്യരായ നിങ്ങൾ സർവ്വവിദ്യകളും അഭ്യസിപ്പിച്ചു തന്നതും എന്റെ കുലപര ദൈവതമായ മഹാദേവന്റെ കാരുണ്യ തൂവർഷമാണ്. ഇനി ഒന്നിനെയും ഭയക്കുന്നില്ല. ആ ആവൽ ബാന്ധവൻ എന്നെ കാത്തോളൂ. തിളക്കും രക്തം സ്നേഹത്താലേ രോഷം കൊള്ളും തക 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 നെഞ്ചിലെ തീയാൽ ജല 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 ജപമായി നീറും ഗംഗാജലമായി നിന്നിൽ ഒഴുകി ചല 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 കണ്ണീർ മഴയാ. മാർക്കണ്ഡേയനെ കാലന്റെ കൈകളിൽ നിന്ന് കാലാതികാലൻ കാത്തതുപോലെ നിനവെല്ലാം കനവെല്ലാം നീ ചെയ്ത ഒളിമിന്നൽ പോൽ വാഴും ധർമ്മങ്ങൾ കർമ്മങ്ങൾ നീ ചെയ്ത പുണ്യം പോൽ വാഴ്ത്തും. വിധി വിധിച്ചതും മിഴി നനച്ചതും നീ ചിരിച്ചതും ഒന്നല്ല, തിരിതെളിച്ചതും വഴി തിരിച്ചതും നേരുള്ള കൂറുള്ള വീറുള്ള ധീര വീര ധീര നീ താണ്ഡവമാടൂ രക്ഷകനായി. നമഃ ശിവായ. പ്രിയവ്രത പ്രിയവ്രത, നിങ്ങൾ നാം സംപ്രീതനായിരിക്കുന്നു. നാം എന്നും നിനക്ക് കൂട്ടായി ഉണ്ടാകും. നീചനായ അഖിലാണ്ടന്റെ പാപ ചെയ്തികൾക്ക് അധിക നാളുകളില്ല. മംഗളം ഭവിക്കട്ടെ. ആ കാണുന്ന നീർച്ചാലി വഴി നടന്നാൽ ചിത്രപ്പണികളാൽ അലങ്കൃതമായ ഒരു കൽമണ്ഡപം കാണാം. അവിടെ കാവൽ സേനയുണ്ട്. ആ കാവൽ സേനയിൽ മറികടന്നാൽ മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് കാൽത്തള സ്വന്തമാക്കാനാവൂ. മഹാരാജൻ, ഈ കവാടം വഴി പ്രവേശിച്ചവരാരും തന്നെ ഇതുവരെയും മടങ്ങി വന്നിട്ടില്ല. ലങ്കാധിപതി രാവണൻ പോലും ഈ കാൽത്തള സ്വന്തമാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹം പോലും ഭയന്നോടി എന്നാണ് കേൾവി. അതെല്ലാം വെറും കെട്ടുകഥകളാണ്. കങ്കണാദേവി വരുന്നതിന് മുമ്പ് നമുക്ക് ആ കാൽത്തള സ്വന്തമാക്കണം. കൽപ്പന പോലെ രാജൻ. നമ്മുടെ പിതാവിന്റെ ദിവ്യാഭിതാവിന്റെ സ്വന്തമാക്കാൻ വന്നവരാണോ നിങ്ങൾ? അഖില
നമ്മെ കബളിപ്പിച്ച് നേടാമെന്ന് കരുതിയോ? ഒരു ഭാഗ്യപരീക്ഷണം. തൽക്കാലം ഭാഗ്യപരീക്ഷണം അവസാനിപ്പിച്ച് നീ കൂടെ വാ. അധിക നേരം നിന്നാൽ ജീവൻ ബാക്കി ഉണ്ടാവില്ല. വാ വരാൻ. അഖിലാണ്ട, ഗണനായകനും കൂട്ടരും മറഞ്ഞിരിപ്പുണ്ട്. പൊടി പോലും ബാക്കി വെക്കില്ല. രക്ഷപ്പെട്, രക്ഷപ്പെട്. വിഘ്നങ്ങൾ അകറ്റുന്ന വിനായകനെ നിങ്ങൾക്കറിയൂ. ദുഷ്ടനിഗ്രഹം നടത്തുന്ന വിനായകനെ നിങ്ങൾക്കറിയില്ല. ഓം നമഃ ശിവായ. അമ്മേ, ശ്രീചക്രവാസിനി, കപടത കാണിക്കാത്തവർക്ക് കടുത്ത ശിക്ഷയോ? രാജാവ് നിഷ്കരണ എന്റെ പിതാവിനെ വധിച്ചപ്പോ അന്ന് തീരുമാനിച്ചതാ ഈശ്വരനാമം ഉച്ചരിക്കേണ്ടെന്ന്, ദീപക്കൊളുത്തി പ്രാർത്ഥിക്കേണ്ടെന്ന്. മാതാവ് നഷ്ടപ്പെട്ട എന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച സുധർമ്മ തമ്പുരാട്ടി എന്റെ സർവസ്വമായി കരുതി മനസ്സിൽ താലോലിച്ച പ്രിയപ്പെട്ട രാജകുമാരൻ നഷ്ടങ്ങൾ മാത്രം ബാക്കിയായ ഭാഗ്യം കെട്ട ചിത്രാംഗി. അമ്മേ, മഹാകാളി, നീ ഒരു സ്ത്രീയല്ലേ? കാരുണ്യത്തിടമ്പേ, നീ എന്നെ കൈവിടുകയാണോ? കാത്തിരക്ഷിക്കൂ അമ്മേ, മഹാമായേ. ചിത്രാംഗി, പരിദേവനും പറയേണ്ടത് പരമേശ്വരനോടും പരമേശ്വരിയോടുമല്ല, ഈ നാട് ഭരിക്കുന്ന പൊന്നു തമ്പുരാനോടാണ്. നീ ഇതിലൂടെ വന്നു. പറഞ്ഞു തരാം. രാജഭരണത്തെയും ഭരിക്കുന്ന രാജാവിനെയും വിമർശിച്ചില്ലേ? രാജ്യത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചില്ലേ? അതുകൊണ്ട് നിന്റെ പേരിൽ കുറ്റം ചുമത്തി കരിമ്പുള്ളിയും ചെമ്പുള്ളിയും കുത്തി താലമുണ്ടനം ചെയ്ത് എന്നേക്കുമായി ചൈത്രപുരം രാജ്യത്തു നിന്നും നാടുകടത്താൻ മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു. ഇല്ല, പച്ചക്കള്ളം. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. എന്നെ ശിക്ഷിക്കരുതേ. ഞാനൊരു അനാഥയാ, ഞാനൊരു അനാഥയാ. നീ അനാഥയും സനാഥിയല്ലേ? ജനങ്ങളുടെ പ്രിയപ്പെട്ട നായികയല്ലേ? ചിത്രാംഗിയുടെ മുഖത്ത് കരിമ്പുള്ളിയും ചെമ്പുള്ളിയും കേശം ക്ഷൗരം ചെയ്ത തലയും. എന്തൊരു ചന്തം, എന്തൊരു ചന്തം! കരഞ്ഞിട്ട് കാര്യമില്ല ചിത്രാംഗി. നിന്റെ പരിതാപം ഞാൻ മാറ്റിത്തരാം. മറ്റൊന്നുമല്ല, എന്നെ ഒന്ന് പരിപാലിച്ചാൽ മാത്രം മതി. മനസ്സിലായില്ല? ഓ, എന്ത് മനസ്സിലാക്കാൻ? നീ എനിക്ക് വശംവദയാകും, നിന്നെ കുറ്റവിമുക്തിയാക്കാം. ആയുഷ്കാലം മുഴുവനും നിന്നെ സംരക്ഷിക്കും ഞാൻ. ഭാര്യയായിട്ടല്ല കേട്ടോ. നീ എന്ത് വിചാരിച്ചു? നീ അടിമകളാക്കിയ പെണ്ണുങ്ങൾ വേറെ ഉണ്ടാവാം, അതിന് എന്നെ കിട്ടില്ല. ചെകുത്താനായ രാജാവിന് ചേർന്ന പടത്തലവൻ. കാണുന്നില്ലേ? എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ.
നിന്റെ വിലാപം കേവലം വനരോധനം മാത്രം. വാ. വിഭാണ്ഡക, ഓ പ്രിയവ്രതൻ, നീ ചത്തില്ലേ? മിഥ്യയല്ല വിഭാണ്ഡക. അരോഗ ദൃഢഗാത്രനായ പ്രിയവ്രതൻ കാകനും കഴുകനും കുറുനരികളും കൂടി പാറയിൽ ചിതറിത്തെറിച്ച എന്റെ മാംസം തിന്നുവെന്ന് വിചാരിച്ചുവല്ലേ നീയും നിന്റെ രാജാവും? അങ്ങനെ ഒടുങ്ങാൻ വിധിക്കപ്പെട്ടവരല്ല പ്രിയവ്രതൻ. വിശാലമായ ചൈത്രപുരത്തെ ഇനി നാമാണ് ഭരിക്കുന്നത്. പക്ഷേ വിധിയെടുത്ത് അങ്ങനെ അല്ലല്ലോ കുമാര. നീ എന്തെങ്കിലും രക്ഷപ്പെട്ടു വന്നാൽ വാൾമുനയിൽ തൂങ്ങിയാടുന്നതിന്റെ ശിരസ്സുമായി തിരുമനസിന്റെ മുമ്പിലെത്താനായിരുന്നു കൽപ്പന. അത് ഇന്ന് ഞാൻ നിറവേറ്റും. അതറിയുന്ന പൊന്നുതമ്പുരാൻ എനിക്ക് പട്ടും വളയും എണ്ണമറ്റ പാരിതോഷികങ്ങളും നൽകും. പിന്നെ ഇവളെ പോലുള്ള തരുണിമണികളെ നിർലോഭം ലഭിക്കും. ഓഹോ, എങ്കിൽ നിന്റെ ആഗ്രഹം പോലെ തന്നെ ആവട്ടെ. വാ. ചെന്നു പറ നിന്റെ രാജാവിനോട് പ്രിയവ്രതൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. രാജകുമാര, ചിത്രാംഗി, ഭഗവാനെ, ദേവി, ഞാനീ കാണുന്നത് സത്യമാണോ? രാജ്യം മുഴുവനും ഒരേ സ്വരത്തിൽ പറഞ്ഞു അങ്ങ് ജീവിച്ചിരിപ്പില്ലെന്ന്. ദേവി കണ്ടപ്പോ ബോധ്യായി എന്റെ പ്രാർത്ഥനയുടെ ഫലം. ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, എന്റെ മാതാവ് എന്നോടൊപ്പം ഇല്ലെന്ന്. മാതാവിനെ എവിടെ മറവ് ചെയ്തെന്ന് പോലും അറിയില്ല. ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. വല്ല കഴുകനും ചെന്നായ്ക്കളും കടിച്ചു കയറി ഭക്ഷിച്ചിട്ടുണ്ടാവും. സഹിക്കാനാവുന്നില്ല മഹാദേവ, സഹിക്കാനാവുന്നില്ല. അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാനാകാത്ത ഭാഗ്യദോഷി, മാതാവിനെ രക്ഷപ്പെടുത്താനാകാതെ നിസ്സഹായനായി നോക്കി നിന്ന ഭാഗ്യഹീനൻ. എന്റെ മാതാവിന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്നുണ്ടാവും. അടുത്തുണ്ടെങ്കിലും ഒന്നും തലോടാൻ പോലും കഴിയുന്നില്ലല്ലോ മോനെ. ആശ്വസിക്കൂ കുമാര, അങ്ങ് നിனைച്ചാൽ അധർമ്മച്ചുഴിയിൽ നിന്ന് ധർമ്മത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ കഴിയും. സത്യസന്ധനും നീതിമാനും ത്യാഗിയുമായ അയോധ്യാധിപതി സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ രാജ്യമാണതുപോലെ. ദുഷ്ടനായ രാവണനെ വധിച്ചതുപോലെ നീചനായ അഖിലാണ്ടനെ നിഷ്കരുണം വധിച്ച് ധർമ്മ സംസ്ഥാപനം ചെയ്തേ മണ്ണിൽ നിന്നും മടങ്ങൂ ഈ പ്രിയവ്രതൻ. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം.
വേഗമാകട്ടെ 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 കുടിക്കേ 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 കുടിക്കേ. അശൂലങ്കൻ എത്ര നേരമായി തുടങ്ങിയിട്ട് വേഗത പോരാ. കഷ്ടിച്ചൊരു നാഴിക മാത്രം ബാക്കി. ഇപ്പോ കണ്ടെത്തിയില്ലെങ്കിൽ അഖിലാണ്ട അടുത്ത അമാവാസി വരെ കാത്തിരിക്കണം. കഴിയുമോ നിനക്ക്? ഇല്ല ഇല്ല കൊടുക്ക. ഏഹന്തപുരയിലിരുന്ന് മൃഷ്ടാനം ഭുജിക്കാൻ മാത്രം ജനിച്ച വാഴ്ജന്മങ്ങൾ. ചന്ദ്രൻ ഉദിക്കാൻ ഇനി അരനാഴിക ബാക്കി. ഗുരുവിന്റെ പുനർജന്മം അസ്ഥാനത്താകുമോ? ഇല്ല ഇല്ല. അങ്ങനെ വന്നാൽ അങ്ങനെ വന്നാൽ അങ്ങനെ വന്നാൽ അഖിലാണ്ട എന്താ എന്താ കണ്ടെത്തി കണ്ടെത്തി? എവിടെ എവിടെ? എടുക്ക എടുക്ക വേഗം വേഗം. തരാൻ എന്റെ ഗുരുനാഥ. കങ്കണദേവി, സമയമില്ല, വേഗം. ജന ജന പുനർജന കാലബന്ധക രൂപം പ്രത്യക്ഷയാണ്. വിഷാഗ്നിയാൽ വെന്തറിഞ്ഞ കാലബന്ധകനെ പവിത്രതയാർന്ന ഭഗീരഥി തീർത്ഥം കൊണ്ട് പരിഭൂതമാക്കി പുനർജന്മമേകിയ പ്രഥമ ശിഷ്യെ, നിനക്ക് ഈ കാലബന്ധകന്റെ അഭിനന്ദനങ്ങൾ. ഗുരു, അങ്ങയുടെ ഈ ശിക്ഷ കാലങ്ങളായി മണ്ണിനടിയിൽ അസ്ഥികൂടമായി കിടന്നു തപിക്കുമ്പോഴും നശ്വരമല്ലാത്ത ആത്മാവ് എവിടുമായി സംവദിക്കുമായിരുന്നു. നമുക്ക് രാജാഖിലാണ്ടന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. കൂട്ടിനുണ്ടാവും, അതെ, കൂട്ടിനുണ്ടാവും ഈ കാലബന്ധകൻ. ശരി ഗുരു. ഒരടവ് നിനക്ക് പിഴച്ചു, പ്രിയവ്രതനെ ഉന്മൂലനം ചെയ്യാൻ. അതെ, ആരോ അവനെ രക്ഷപ്പെടുത്തി. ആരുമല്ല, തിരുനീലകണ്ഠൻ, സാക്ഷാൽ ശ്രീ മഹാദേവൻ. പിഴച്ചുവോ നിനക്കോ? ക്ഷമിക്കണം ഗുരു, എന്തോ മഞ്ഞുപോലെ മറഞ്ഞുപോയി. മറന്നതല്ല, മറയിപ്പിച്ചു. ഇച്ഛാശക്തിയും ക്രിയാശക്തിയും സംയോജിപ്പിച്ച് അപാര സിദ്ധി നേടിയ അഘോരികൾ.
സാരമില്ല, സാരമില്ല. പക്ഷെ പ്രിയവ്രതന് ഇപ്പോ ജനസമ്മതിയേറെയുണ്ട്. അതുകൊണ്ട് നേരിട്ടൊരു പോലെ അസാധ്യം. ഒരു വഴിയുണ്ട്, വഴിയുണ്ട്. മുടങ്ങിയ മഹോത്സവം പുനരാരംഭിക്കണം, എത്രയും പെട്ടെന്ന്. അഖിലാണ്ട, ബന്ധനത്തിന്റെ ഒരു പാശവും ബന്ധിക്കാതെ നിന്നെ നാം കാത്തുകൊള്ളും. അത് കാലബന്ധകന്റെ ഉറപ്പ്. ഉദ്ദേശ ലക്ഷ്യം നിറവേറ്റിയാൽ ആ നിമിഷം ഇവരുടെ ശിരസുകൾ നാം ഛേദിച്ച് ആ കാൽത്തളം നാം സ്വന്തമാക്കും. കീടത്തെ വധിച്ച് കാൽത്തള സ്വന്തമാക്കിയാൽ ചൈത്രപുരത്തിന്റെ ചക്രവർത്തി ഈ കാലബന്ധകൻ. എന്താണ് ആലോചിക്കുന്നത്? രാജാഖിലാണ്ടന്റെ മനോമുകുരത്തിലെ ദർശനം തന്നെ. ഓം ജയ് മഹാസൂര്യനെ, ഓം ജയ് മഹാസൂര്യനെ, ഓം ജയ് മഹാസൂര്യനെ. ശ്രീ പരമേശ്വര, ധ്യാനത്തിൽ നിന്ന് ഉണർന്നാലും പ്രണാമം വൈകുണ്ഠനാഥ. ഈ ആഗമനത്തിന്റെ ലക്ഷ്യം അങ്ങയുടെ ആഭരണമാണ് വിഷയം. സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനും ദുഷ്ടന്മാരുടെ സംഹാരത്തിനും ധർമ്മം നിലനിർത്തുന്നതിനും വേണ്ടി യുഗം തോറും അവതരിക്കുമെന്ന് അങ്ങ് അരുളിയില്ലേ? അങ്ങയുടെ കാൽത്തള സ്വന്തമാക്കി മൃത്യുവിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ ഇത്തിരിയോളം പോന്ന ആ മാനവ ജന്മം തുനിയുന്നു. അതിന് വിരാമമിടാൻ ഇനിയും വൈകുന്നത് ഉചിതമാണോ മഹാദേവ? നാളെ മഹോത്സവം തുടങ്ങുകയായി. അന്ന് നമ്മുടെ ചോദ്യത്തിന് ഉത്തരമാകും. ആഭരണം തൃപ്പാദത്തിലണിയുന്ന ആ ദിവ്യ മുഹൂർത്തം ദർശിക്കാൻ വിശ്വം മുഴുവനും ആകാംക്ഷഭരിതമാണ്. ദേവഗണങ്ങളെ, ഒരു മഹായുദ്ധത്തിനൊരുങ്ങിക്കൊള്ളൂ. അധർമ്മത്തിന്റെ തേർവാഴ്ചയിൽ കലിതൊള്ളുന്ന അഖിലാണ്ടന്റെ പാപങ്ങൾ പരകോടിയിലെത്തിയിരിക്കുന്നു. ഇനി ഒട്ടും അമാർദ്ദിക്കുന്നു, വേഗം. അധർമ്മത്തിൽ നിന്നും ധർമ്മത്തെ സംരക്ഷിച്ച് മാനവരാശിയെ സദ്ഗതിയിൽ അനയിക്കുവാൻ മോക്ഷപ്രാപ്തിക്കായി പുറപ്പെടുക. മകളെ ശ്രീധരേ, ഭൈരവി ശാശ്വത ഗമാതി വിനുത ആര്യാ മഹാദേവത യാ ബ്രഹ്മാദി പിപീലികാന്ത ജനനീ യാ വൈ ജഗന്മോഹിനി. പിതാവേ, അരുളയാലും. ദേവഗണങ്ങൾക്ക് കൂട്ടായി ചെല്ലുക. ഒന്നോർക്കുക, ഇനി ഒരു ദാരികൻ ഈ പ്രപഞ്ചത്തിൽ ഉടലെടുത്തുകൂടാ. ഇനി യുദ്ധം നേരിനെ കാക്കാൻ, സാധു സംരക്ഷണം ഉറപ്പാക്കാൻ, സ്ത്രീകളുടെ മാനം രക്ഷിക്കാൻ, അജ്ഞതയുടെ പാപാന്ധകാരം ഇല്ലാതാക്കി ജ്ഞാനത്തിന്റെയും ശാന്തിയുടെയും പൊൻപ്രകാശം ജ്വലിപ്പിക്കാൻ ഇനി യുദ്ധം. ധർമ്മയുദ്ധം, ധർമ്മയുദ്ധം, ധർമ്മയുദ്ധം. ശബ്ദാനുമാനാഭിരേജേ ശിവാവിശ്ചതുർദിക്ഷ ശബ്ദാനുമാനാഭിരേജേ ശിവാവിശ്ചതുർദിക്ഷ ശബ്ദാനുമാനാഭിരേജേ.
ഏയ് കാലബന്ധക, നിന്റെ ആഗമനം പ്രതീക്ഷിച്ചു. വാ. പ്രിയവൃത, മടങ്ങിപ്പോ. ഇല്ലെങ്കിൽ ഈ നിലവറയിൽ വെച്ചാകും നിന്റെ അന്ത്യം. ഓഹോ, ഇനിയും മരണക്കിണിയുടെ തന്ത്രം മെനയുന്നു. ലജ്ജയില്ലേ നിങ്ങൾക്ക്? സുഖത്തിലും സമ്പത്തിലും മതിമറന്ന് ഉന്മത്തനായ നിങ്ങൾ ഇതിനപ്പുറവും ചെയ്യും. പ്രിയവൃത, ഇല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. എനിക്കെതിരെയുള്ള പരാക്രമങ്ങൾ ഇനിയും ഞാൻ സഹിക്കും. പക്ഷേ സ്നേഹനിധിയായ എന്റെ മാതാവിനോട് നിങ്ങൾ ചെയ്ത ക്രൂരത ഒരിക്കലും മറക്കില്ല ഞാൻ. പ്രിയവൃത, നീ ഇന്നും നമ്മുടെ കാഴ്ചയിൽ കൊച്ചു ബാലകനാണ്. നോക്ക്, നമ്മുടെ നേർക്ക് വന്ന ഓരോ തടസ്സങ്ങളും അരിഞ്ഞു വീഴ്ത്തി ഇവിടം വരെ എത്തി. ആ മഹാപുണ്യമാർന്ന ആ ആഭരണം സ്വന്തമാക്കാനും അജയ്യനാവാനും നിഷ്പ്രയാസം. പിന്നെയാണോ ഇത്തിരി പോന്ന നീ? ആരെവിടെ? വാ, വാ. കാൽത്തല ഇനി എനിക്ക് സ്വന്തം, കാൽത്തല ഇനി എനിക്ക് സ്വന്തം. മഹാകാളികെ, മഹാശിവ, ആഭരണം കരസ്ഥമാക്കുമ്പോൾ അനുമോദിക്കാൻ വന്നതാകും അല്ലേ? അനുമോദിക്കാനല്ല, നിന്റെ അന്ത്യം കുറിക്കാൻ. പ്രപഞ്ചം മുഴുവൻ മുച്ചൂടും മുടിക്കാൻ കെൽപ്പുള്ള ശൂലിനിയെ വധിക്കാനോ? അസാധ്യം. കാലത്തെ നിയന്ത്രിക്കുന്നവളും കാരുണ്യത്തിന്റെ ഭഗവതിയുമായ നമ്മോടോ നിന്റെ ധിക്കാരം? സംവാദത്തിന് സമയമില്ല. കാൽത്തള സ്വന്തമാക്കണം എനിക്ക്. നിഷ്കളങ്കയായ സുധർമ്മയെ നാഗത്തെ കൊണ്ട് ദംശിക്കാൻ വഴിയൊരുക്കി. കാലബന്ധകനെ പുനർജീവിപ്പിച്ചു. പരദ്രോഹങ്ങൾ പലതും ചെയ്തു കൂട്ടി. എന്നിട്ടിപ്പോ നമ്മുടെ പിതാവിന്റെ ആഭരണം സ്വന്തമാക്കണമല്ലേ നിനക്ക്? കൊടിയ പാപത്തിന്റെ പിശാചി നിന്റെ ശിരസ് നോം ഛേദിക്കുന്നു. ഓരിന് വാ, ഓരിന് വാ, 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 ഓടിന് വാ. കങ്കണാദേവിയുടെ വിധി എഴുതി കഴിഞ്ഞു. അവളുടെ നിലവിളി കേട്ട് ഓടിപ്പോയ കാലബന്ധകന്റെ അവസ്ഥയും മറ്റൊന്നല്ല. അപ്പൊ നിന്റെ കാര്യമോ?
ഹേയ്, ആരാണ് നീ? ആരാണ് നീ? മറഞ്ഞിരിക്കാതെ മുൻപിൽ വാ. ഏയ്, വെറുതെ തോന്നിയതാവും. ഛെ, ആ. ഹാ. ആഭരണം കരതലാമലകം പോലെ നമ്മുടെ കൈകളിൽ. നാം അജയൻ, നാം അപ്രമേയൻ, ലോകം മുഴുവൻ നമ്മുടെ കാൽച്ചുവട്ടിൽ. അഖിലാണ്ടൻ സർവ ബ്രഹ്മാണ്ടങ്ങളെയും കീഴടക്കും ഈ അഖിലാണ്ട വീര കുലോത്തമൻ. ഉത്തരോ? ആർക്ക്? നിങ്ങൾക്കോ? ഞാനോ? പിതാവെന്ന് അവകാശപ്പെടാൻ എന്ത് യോഗ്യതയുണ്ട്? സ്വന്തം ഭർത്താവിന് ഒരാപത്തും വരുത്തരുതേ എന്ന നിത്യവും അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന എന്റെ മാതാവിനെ കേണപേക്ഷിച്ചിട്ടും മാതാവിന്റെ ജീവൻ രക്ഷിക്കാൻ എന്നെ അനുവദിച്ചില്ല. നേര് ശബ്ദിക്കുന്നവരുടെ നാവടച്ച് എണ്ണമറ്റ നരഹത്യ ചെയ്തിട്ടിപ്പോ യാചിക്കുന്നു. പുറത്ത് കാവൽ നിർത്തിയ പടയാളികൾ ചത്തൊടുങ്ങി. അനുഭവിക്ക. പ്രിയവൃത, അങ്ങനെ പറയരുത്. രക്ഷിക്ക് വേഗം. ഇല്ല, എന്നിൽ നിന്ന് ഒരു ദയാദാക്ഷിണ്യവും ലഭിക്കില്ല. എന്റെ മാതാവ് അനുഭവിച്ച വേദന നീയും മനസ്സിലാക്ക. അഖിലവും കീഴടക്കാൻ മുതിർന്ന അഖിലാണ്ട വീരകുലോത്തമ, അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കും. എല്ലാം വ്യർത്ഥം. ഉറ്റവരുടെ, ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ സ്നേഹവിശ്വാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. നാഗദംശനമേറ്റ സുധർമ്മയുടെ നിലവിളി നമ്മുടെ കാതിലിപ്പോഴും മുഴങ്ങുന്നുണ്ട്. എത്ര ദയനീയമായിരുന്നു അത് എന്റെ പ്രിയം. സ്വാർത്ഥമോഹങ്ങളെല്ലാം ക്ഷണികമാണെന്ന് തിരിച്ചറിവ് കൈവന്നിരിക്കുന്നു. മഹാദേവ, അങ്ങേ പോലും അധിക്ഷേപിച്ചു. ഈ ശിക്ഷ നാം അർഹിക്കുന്നു. പുത്ര, പ്രിയവൃത, നിന്റെ പിതാവിന് പിതാവേ, അങ്ങയുടെ മനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ടായിരുന്നുവെന്ന് ഇപ്പൊ വ്യക്തമായി. പക്ഷേ എല്ലാം വൈകിപ്പോയി. പിതാവേ, എല്ലാറ്റിനും തിരിച്ചറിവുണ്ടായല്ലോ. അത് മതി, അത് മതി.
അതിനേക്കാൾ എളുപ്പമായി. പിതാവിനെ വധിക്കാനായില്ല, ആ ഭാഗ്യം പുത്രന് നൽകാം. കാലബന്ധക, അത് നീ തന്നെ എടുത്തോ. ഓം ജയ് മഹാസൂരിണി. ശരീരവും മനസ്സും സ്തംഭനാവസ്ഥയിലായ നീ ശിഷ്ടകാലം കൊട്ടാരത്തിന്റെ ഏതെങ്കിലും അകത്തളങ്ങളിൽ നരകിച്ച് മരിക്ക്. നാമാണ് ചൈത്രപുരത്തിന്റെ ഭരണാധികാരി. അല്ല അല്ല, ഈ വിശ്വത്തിന്റെ പരമാധികാരി. മഹാദേവ, ഇനിയും അഗ്നി പരീക്ഷണങ്ങളിൽ എന്തിരിയണമോ? ജഗത്തിന്റെ ആധാരമേ, ഈ പ്രിയവ്രതന്റെ വിലാപം അങ്ങ് കേൾക്കുന്നില്ലയോ? പെരുങ്കള്ളന്റെ കൈകളിൽ കാൽത്തള കിട്ടാൻ അനുവദിക്കരുതേ ഭഗവാനെ. നാവടക്ക്, നിന്നെ കാലപുരിയിൽ ഈ നിമിഷം തന്നെ അയക്കും ഞാൻ. ഓം ജയ് മഹാസൂരിണി. ഓം ജയ് മഹാസൂരിണി. ഓം ജയ് കാലബന്ധക, ഭാഗം നീലകണ്ഠ, ഭാഗം നാഗത്തളാണിയുവാനാണോ പ്രത്യക്ഷപ്പെട്ടത്? പക്ഷേ അത് കാലബന്ധകന് സ്വന്തം. ഉടമസ്ഥനല്ലേ യഥാർത്ഥ അവകാശി. നിഷേധിക്കുവാൻ നിനക്കെന്ത് അധികാരം? അധികാരത്തിനപ്പുറം ആഗ്രഹ സാഫല്യമാണ്. അറിഞ്ഞുകൊണ്ട് വിഘ്നം വരുത്തരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദേവന്മാരുടെ ദേവനായ നമ്മോടോ നിന്റെ അഹമ്മതിയുടെ ആരംഭം? കാലാധികാരനും ദേവാദിദേവനുമായിരിക്കാം, സമ്മതിക്കുന്നു. കാലബന്ധകൻ കാര്യമാക്കുന്നില്ല. പുനർജന്മം സിദ്ധിച്ചതും ഈ നിമിഷത്തിന് വേണ്ടിയാണ്. അഭീഷ്ടപ്രദായകനായ അങ്ങ് എതിര് നിൽക്കില്ല. അതിന് നീ നമ്മുടെ ഭക്തനല്ലല്ലോ. എന്തിന്? എന്തിന്? സർവചരാചരങ്ങളുടെയും ആധാരമാണ് അങ്ങനല്ലേ ഉലകം വാഴ്ത്തുന്നത്. അപ്പോ ഞാനും അതിലുൾപ്പെടും. ജന്മത്തിൽ ഒരു നിമിഷം പോലും നമ്മുടെ നാമം ഉച്ചരിച്ചിട്ടുണ്ടോ? ദുഷ്ടതയുടെ മൂർത്തീഭാവമായ നിന്നിൽ പ്രസാദിക്കാനോ? അസാധ്യം. അപ്പോ സമാധാന സന്ധി പരാജയപ്പെട്ടെന്നർത്ഥം. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് നാം. നമ്മെ ദർശിച്ചത് പുണ്യമെന്ന് നിനച്ച് നിനക്ക് മടങ്ങിപ്പോകാം. നല്ല കഥ. അപ്രത്യക്ഷമാകേണ്ടത് അങ്ങാണ്.
കാലബന്ധകൻ വിചാരിച്ചതും തത്തിയിട്ടേതോ എതിർക്കാൻ വരരുത്. വന്നാൽ ഭസ്മാസുരനിൽ നിന്നും നേരിട്ട അനുഭവങ്ങളെക്കാളും ഭയാനകമാകും. ഭസ്മാസുരനും ത്രിപുരന്മാരുമെന്ന് വേണ്ട, ആസുരലോകത്തിന്റെ ആസുരശക്തി മുഴുവനും ആവാഹിച്ച് പ്രയോഗിക്കാനും കാലബന്ധകന് കഴിയും. ഓഹോ, ഭവിഷ്യത്തുകൾ മുൻകൂട്ടി അറിഞ്ഞിട്ടും ഒരുവൻ നാശത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ എന്ത് ചെയ്യും? കാലബന്ധക, കാലബന്ധക, നിന്റെ ശക്തി പ്രകടനങ്ങളുടെ ജ്വലനവേഗം നമുക്ക് ദർശിക്കണം. പ്രപഞ്ചത്തിൽ ദണ്ഡനീതി നിർമ്മിച്ച നമ്മുടെ ശക്തി നീയും അറിയുക. ശ്രീ മഹാദേവ, മഹാതപസ്സികളോട് പോലും ചെയ്ത ക്രൂരതയ്ക്ക് കണക്കില്ല. അതിനെല്ലാം അങ്ങ് നൽകിയ മഹാശിക്ഷയാണത്. ഭഗവാനെ, അങ്ങയെ പ്രാർത്ഥിച്ച് വരം നേടിയവരും സ്വർഗം പ്രാപിച്ചവരും അസംഖ്യമല്ലേ. മഹാപാപിയായ കാലബന്ധകന് ജന്മമോക്ഷം നൽകിയാലും. കാലബന്ധക, അഖിലാണ്ടൻ സ്വന്തം തെറ്റുകളിൽ നിന്ന് മോചിതനായില്ല. നിനക്ക് തിരിച്ചറിവ് കൈവന്നിരിക്കുന്നു. ഭൂതഗണങ്ങൾ എങ്ങനെയാണോ പരിപാലിക്കുന്നത്, അതുപോലെ ചൈത്രപുരത്തിന്റെ അദൃശ്യ കാവൽക്കാരനായി നിലകൊള്ളാൻ നിനക്കിടവരട്ടെ. ധന്യനായി മഹാപ്രഭു, ധന്യനായി. ഇതിൽ പരമൊരാനന്ദം കിട്ടാനില്ല. ഭൗതികതയുടെ ക്ഷണികാവസ്ഥയിൽ മതിമറന്ന അടിയനെ ശാശ്വത ശാന്തിയുടെ മാർഗം കാണിച്ച മഹാചൈതന്യമേ, ആനന്ദം, പരമാനന്ദം, ആനന്ദം, പരമാ. ഭക്ത, പ്രിയവ്രത, ഭഗവാനെ, ആഭരണം നമ്മുടെ പാദത്തിൽ അണിഞ്ഞു കണ്ടെങ്കിലും ഈ ദേശത്ത് ഐശ്വര്യത്തിനും സമ്പത്തിനും ഒരു കുറവും വരികയില്ല. നിന്റെ ഭരണത്തിലൂടെ ചൈത്രപുരത്തിന്റെ യശസ്സും കീർത്തിയും നാൾക്കുനാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. ഭഗവാനെ, ശ്രീ മഹാദേവ, തിരുനീലകണ്ഠ, എന്റെ പിതാവ് വരുത്തിയ കളങ്കം ഞാൻ അകറ്റും. ശ്രീരുദ്ര, പ്രജാഹിതത്തിനു വേണ്ടി മാത്രം ജീവിതം സമർപ്പിക്കുന്ന ഒരു രാജാവായിരിക്കും അടിയനെന്ന് സകല ലോകത്തിന്റെയും അധിപതിയായ അങ്ങയുടെ മുമ്പിൽ ഇതാ പ്രിയവ്രതൻ പ്രതിജ്ഞ ചെയ്യുന്നു. भैरव देव संसार भयनाशनम् अनेक जन्म कृतं पापं दर्शनेन विनश्यति। नमः शिवाय। ഭക്തരെ, അധർമ്മം മൂകമാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് ധർമ്മത്തിന്റെ കാൽത്തളനാദം. ജയ് ഹര ഹര മഹാദേവ.
ജയ് വീരമാതാ പാർവതി ദേവി ജയ്